ഇവിടെ മുനവ്വറലി തങ്ങളെ മകളോട് ചോദിക്കുന്ന ആള് യുക്തിവാദിയാണോ എന്നറിയില്ല. ഏതായാലും യുക്തിവാദികൾക്ക് തീരെ യുക്തിയില്ല എന്നത് വ്യക്തമാണ്. മുജാഹിദുകൾക്ക് തീരെ ബുദ്ധിയുമില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഇങ്ങനെ സാധാരണ അവർ ബഹളം വെക്കാറുണ്ട്. സ്ത്രീകളെ പള്ളിയിലേക്ക് പറഞ്ഞയക്കുന്ന വിഷയം പറഞ്ഞുകൊണ്ട് ഇവിടെ ഇദ്ദേഹം സ്ത്രീകളെ എന്തുകൊണ്ട് പള്ളിയിലേക്ക് അനുവദിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ അവകാശത്തിനെ ചോദ്യം ചെയ്യുന്നത് പോലെ ഉള്ള രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത്. ഇവിടെ ഞാനൊരു കാര്യം ഉദാഹരണ സഹിതം ചോദിക്കട്ടെ. സ്ത്രീകളുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ അവകാശങ്ങൾ ഹനിക്കുകയാണോ ഇവിടെ ചെയ്യുന്നത് സുന്നികൾ? ഒരിക്കലുമല്ലല്ലോ. അതായത് ഇവിടെ ഗവൺമെൻറ്റിൽ നിന്ന് ഒരു 10,000 രൂപ ലഭിക്കുന്നു എന്ന് വെക്കുക. അത് ലഭിക്കാൻ കോഴിക്കോട് ഒരു ഓഫീസിൽ ചെന്ന് വാങ്ങണം എന്ന് നിബന്ധനയും വെച്ചു. ആ സമയത്ത് നമ്മൾ അത് വാങ്ങാൻ വേണ്ടി 10,000 രൂപ വാങ്ങാൻ വേണ്ടി കോഴിക്കോട് വളരെ പ്രയാസപ്പെട്ട് ബസ് കയറി നല്ല ബുദ്ധിമുട്ട് സഹിച്ചുകൊണ്ട് അത് വാങ്ങാൻ പോകുന്നു. ഒരു ബെനിഫിറ്റ്സ് കിട്ടുകയാണ് അത് പ്രയാസപ്പെട്ടുകൊണ്ട്. കാരണം അസുഖങ്ങളുള്ളവരുണ്ടാകും, ടൈം കുറവുള്ളവരുണ്ടാകും, പല തിരക്കുള്ളവരുണ്ടാകും. അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഒരു ബെനിഫിറ്റ്സ്, ഒരു ലാഭം അല്ലെങ്കിൽ ഒരു ഉപകാരം ലഭിക്കുന്നതിന് വേണ്ടി, ഒരു ഗുണം ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ പ്രയാസങ്ങളൊക്കെ മാറ്റി വെച്ച് പോവുകയാണ്. എന്നാൽ അവിടെ ഗവൺമെൻറ്റിൻ്റെ മറ്റൊരു തീരുമാനം, സ്ത്രീകളാകുമ്പോൾ അവിടെ വരേണ്ടതില്ല, അത് അവരെ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കും എന്ന് തീരുമാനമാക്കി എന്ന് വെച്ചാൽ മനസ്സിലാക്കണേ ശരിക്ക്. ആ 10,000 രൂപ സ്ത്രീകൾക്ക് വീട്ടിലെത്തിച്ചു കൊടുക്കും. അവരിങ്ങനെ കോഴിക്കോട്ടേക്ക് ബസ് കയറി ബുദ്ധിമുട്ടായി വരേണ്ടതില്ല എന്ന് തീരുമാനവും അറിയിച്ചു ഗവൺമെൻറ് എന്ന് വെക്കുക. എന്നാൽ അവിടെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഉപകാരമല്ലേ ഗവൺമെൻറ് ചെയ്തത്? അവർക്ക് ഈ പ്രയാസമൊന്നും ഇല്ലാതെ ഈ 10,000 രൂപ വീട്ടിൽ നിന്ന് ലഭിക്കും. എന്നാൽ ആണുങ്ങൾ എന്ത് ചെയ്യണം? പുരുഷന്മാർ ഈ 10,000 രൂപ വാങ്ങാൻ വേണ്ടി പ്രയാസപ്പെട്ട് സമയമൊക്കെ മാറ്റിവെച്ച് ഇല്ലാത്ത സമയമുണ്ടാക്കി അങ്ങനെ പ്രയാസപ്പെട്ട് പോകണം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ തരണം ചെയ്തുകൊണ്ട് പോകണം. എന്നാൽ സ്ത്രീകൾക്ക് അത് വേണ്ടതില്ല എന്നതുകൊണ്ട് അവർക്ക് നല്ല സുഖമായി, അല്ലേ? ബുദ്ധിമുട്ടില്ലാതെ അവർക്ക് വീട്ടിൽ നിന്ന് അത് ആ 10,000 രൂപ വീട്ടിൽ നിന്ന് വാങ്ങാം എന്നായി. ഇതേപോലെ നമ്മൾ ഈ വിഷയം ഒന്ന് മനസ്സിലാക്കി. സ്ത്രീകൾക്ക് പള്ളിയിലേക്ക് പോയിട്ട് അവിടെ നിന്ന് കിട്ടുന്ന ആഖിറത്തിൽ നിന്ന് ലഭിക്കുന്ന, അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന അതിൻ്റെ പ്രതിഫലം, പള്ളിയിൽ പോയാലുള്ള പ്രതിഫലം, അവിടെ നിന്ന് ഇബാദത്ത് എടുത്താൽ കിട്ടുന്ന പ്രതിഫലം സ്ത്രീകൾക്ക് വീട്ടിൽ നിന്ന് തന്നെ തരും, വീട്ടിൽ നിന്ന് ലഭിക്കും. ആ പ്രതിഫലം സ്ത്രീകൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ലഭിക്കും. പുരുഷന്മാർക്ക് പള്ളിയിലേക്ക് പോകണം, എന്നാലേ പള്ളിയിൽ പോയ പ്രതിഫലം ലഭിക്കുള്ളൂ എന്നതല്ലേ ഇസ്ലാമിൻ്റെ വിധി. എന്ന് വെക്കുമ്പോൾ സ്ത്രീകൾക്ക് ഇസ്ലാം കൂടുതൽ സൗകര്യം ചെയ്തു കൊടുക്കുകയല്ലേ ചെയ്യുന്നത്? ആ സ്ത്രീകളെ അല്ല, ആ സൗകര്യങ്ങൾ, ഇസ്ലാം അനുവദിച്ച സൗകര്യങ്ങളൊന്നും അല്ല വേണ്ടത്. പള്ളിയിലേക്ക് എന്നെ പോകണം എന്ന് ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ സഹിച്ച് പോകണം നിർബന്ധമാണ് എന്ന് മറ്റൊരുത്തൻ പറഞ്ഞാൽ ഏതാണ് ശരി? സ്ത്രീകളോട് കൂടുതൽ താല്പര്യം കാണിക്കുന്നത്, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് കൂടുതൽ സൗകര്യം ചെയ്തു കൊടുക്കുന്നത്, സ്ത്രീകൾക്ക് അവകാശങ്ങൾ അനുവദിച്ചു കൊടുക്കുന്നത് ആരാ ഇവിടെ? യഥാർത്ഥത്തിൽ സുന്നികളല്ലേ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താ? വബുയൂതുഹുന്ന ഖൈറുല്ലഹുന്ന, സ്ത്രീകൾക്ക് അവരുടെ വീടാണ് ഖൈർ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലത്. നേരത്തെ 10,000 രൂപന്റെ കഥ പറഞ്ഞതുപോലെ സ്ത്രീകൾക്ക് അത് വീട്ടിൽ നിന്ന് ലഭിക്കുകയാണ്. പുരുഷന്മാർക്ക് പള്ളിയിൽ നിന്ന് ലഭിക്കുന്ന, പള്ളിയിൽ പോയാൽ കിട്ടുന്ന പ്രതിഫലം സ്ത്രീകൾക്ക് അവരുടെ വീട്ടിൻ്റെ ഉള്ളിൽ വെച്ച് നിസ്കരിക്കുമ്പോൾ ലഭിക്കുന്നു. ഖൈർ വീടാണ് എന്ന് അള്ളാഹിൻ്റെ റസൂല് പഠിപ്പിക്കുന്നു. അപ്പോൾ അവർക്ക് ഏറ്റവും അവകാശമായി കിട്ടേണ്ടത്, അവർക്ക് അനുവദിച്ച് ലഭിക്കേണ്ടത് വീട്ടിൽ നിന്നല്ലേ. പിന്നെ എന്തിനാ അതൊന്നുമില്ലാതെ, ഖൈറൊന്നുമില്ലാത്ത ഒരു കാര്യത്തിലേക്ക് അവരെ ഈ ടൈമും പ്രയാസവും ഒക്കെ തരണം ചെയ്തിട്ട് പള്ളിയിലേക്ക് ഓടിക്കുന്നത് എന്തിനാ? യഥാർത്ഥത്തിൽ സ്ത്രീകളെ ബുദ്ധിമുട്ടാക്കുന്നത് ആരാണ്? മുജാഹിദുകളാണ്.
ഈ ചോദ്യം ചോദിച്ച നിരീശ്വരവാദിയല്ലേ? അല്ലെങ്കിൽ യുക്തിവാദിയല്ലേ? അയാളല്ലേ സ്ത്രീകളെ ശരിക്കും ബുദ്ധിമുട്ടാക്കുന്നത്? സ്ത്രീകളുടെ അവകാശം വീട്ടിൽ വെച്ച് നിസ്കരിക്കലല്ലേ? ആ അവകാശത്തെ ഹനിക്കുന്നതും അത് ഇല്ലാതാക്കി ആക്കുന്നതും സ്ത്രീകൾക്കെതിരെ പ്രവർത്തിക്കുന്നതും യഥാർത്ഥത്തിൽ ഇവിടെ മുജാഹിദല്ലേ? അതുപോലെ ഈ ചോദ്യം ചോദിച്ച യുക്തിവാദിയല്ലേ? അവരോടൊക്കെ ആ തരത്തിലല്ലേ മറുപടി പറയേണ്ടത്? ഇതൊക്കെ ശരിക്കും മനസ്സിലാക്കണ്ടേ? അതുകൊണ്ട് സ്ത്രീ പള്ളി പ്രവേശ വിഷയത്തിലൊന്നും ബുദ്ധിയില്ലാതെ സംസാരിക്കുന്നവരാണ് ഈ ചോദ്യം ചോദിക്കുന്ന ആളെ പോലെയുള്ള മുജാഹിദുകളും യുക്തിവാദികളും എന്ന് മനസ്സിലാക്കാൻ ചെറിയ ബുദ്ധിമതി. ഇവിടെ ഇംഗ്ലീഷിൽ 4 പദങ്ങൾ കൂട്ടി പറയുന്നതൊക്കെ വലിയ സംഭവമാണെന്നാണ് വെപ്പ്. അങ്ങനെ പറയുന്നവരൊക്കെ എന്തോ വലിയ ആളുകളാണ് എന്നാണല്ലോ ഇയാളൊക്കെ ഈ പറയുന്നത്. ഇവിടെ ചോദിച്ച ആക്കും മറുപടി പറഞ്ഞ ആക്കും വിഷയത്തിൽ തീരെ ഒന്നും അറിയില്ല എന്നത് വ്യക്തമാണ്. മറുപടി പറഞ്ഞ മോള് അത് ചെറിയ മോളായതുകൊണ്ട് നമുക്ക് അവരെ വിടാം. എന്നാൽ ഈ ചോദിക്കുന്ന ആൾക്ക് തീരെ ബുദ്ധിയില്ല എന്നും വേണം കരുതാൻ. മുജാഹിദുകൾക്കും അതില്ല. ഇവിടെ ഞാനൊരു ഉദാഹരണ സഹിതം എൻ്റെ വീട്ടിൽ നടന്ന കാര്യങ്ങൾ ഉദാഹരണപ്പെടുത്തിക്കൊണ്ട് തന്നെ പറയാം. എന്നാലും ഇങ്ങനെ യുക്തിയില്ലാത്ത യുക്തിവാദികൾക്ക് തിരിയോ ബുദ്ധിയില്ലാത്ത മുജാഹിദുകൾ തിരിയോ എന്നറിയില്ല. ഏതായാലും മനസ്സിലാകുന്നവർക്ക് മനസ്സിലാകും എന്ന നിലയ്ക്ക് പറയട്ടെ. എൻ്റെ വീട്ടിൽ സുബഹി ബാങ്ക് കൊടുക്കുമ്പോൾ കേൾക്കുമ്പോൾ നമ്മൾ കുട്ടികളൊക്കെ വിളിച്ചുണർത്തും. അപ്പോൾ ആൺകുട്ടികൾ നമ്മൾ വേഗം വിളിച്ചുണർത്തും. എന്താ? അവർ ഒരുങ്ങി പള്ളിയിലേക്ക് ജമാഅത്തിന് പോകണം. പെൺകുട്ടികൾ പിന്നെ വീട്ടിൽ നിസ്കരിച്ചാൽ മതിയല്ലോ എന്ന നിലയ്ക്ക് നമ്മൾ ആദ്യം ആൺകുട്ടികളെ പെട്ടെന്ന് വിളിച്ചുണർത്തും. അങ്ങനെ അവർ വിളിച്ച് ഉണർത്തി അവരെ വൊളുവൊക്കെ എടുത്ത് മുഖം കഴുകി ബാക്കി കാര്യങ്ങളൊക്കെ കഴുകി വൊളുവൊക്കെ എടുത്ത് വൃത്തിയായി അവർ പള്ളിയിലേക്ക് പോകാൻ നോക്കുമ്പോൾ പെൺകുട്ടികൾ വീട്ടിൽ നിന്ന് തന്നെ അവർ വൊളുവൊക്കെ എടുത്ത് നിസ്കരിക്കാൻ നോക്കും. അപ്പോൾ കുട്ടികളല്ലേ, അപ്പോൾ ആൺകുട്ടികൾ പറയും, മോളോട് പറയുന്നത് എനിക്ക് നല്ല സുഖമല്ലേ വിടാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു പ്രയാസം ബുദ്ധിമുട്ടോടുകൂടെ പള്ളിയിലേക്ക് പോകണമല്ലോ. ആ നിലയ്ക്കാണ് കുട്ടികൾ ആൺകുട്ടികൾ പറയാം, എനിക്കിപ്പോൾ നല്ല സുഖമല്ല ഇവിടെ നിസ്കരിച്ചാൽ മതിയല്ലോ എന്നുള്ള നിലയ്ക്ക് ഇനി അവിടെ നിന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് പോകും. അപ്പോൾ മോളെന്ത് പറയും, എനിക്കിത് സുഖം, എനിക്ക് ഇവിടെ നിസ്കരിച്ചാൽ മതിയല്ലോ എന്ന നിലയ്ക്ക് ഇങ്ങനെ ആ സുഖം ആസ്വദിക്കുന്നത് പോലെ അവിടെ വലിയൊരാളായിട്ട് ഗമയിലാണ് പെൺകുട്ടികൾ നിൽക്കുക. അതേപോലെ ജുമാക്ക് ഇങ്ങനെ തിരക്കിട്ട് നേരത്തെ തന്നെ കുളിച്ചൊരുങ്ങി പള്ളിയിലേക്ക് ആൺകുട്ടികൾ പോകുമ്പോൾ മോള് പറയുന്നത് വേം ചെല്ലി വേം പൊയ്ക്കോ എന്ന് പറയും. അപ്പൊ എന്തോ ഒരു ദേഷ്യം ഇവർക്ക്, എന്താ എനിക്കിവിടെ നിന്നാ മതിയല്ലോ. അപ്പൊ മോളെ മറുപടി എന്താ? വബുയൂതുഹുന്ന ഖൈറുല്ലഹുന്ന എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ? ഞങ്ങൾക്ക് എന്ത് സുഖ, ഞങ്ങൾക്ക് ഞങ്ങളെ പുരയിൽ വെച്ച് നിസ്കരിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ പോയി നിസ്കരിക്കുന്നത് ഗുണം ഞങ്ങൾക്ക് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് പള്ളിയിൽ പോകുന്നതിനേക്കാണ് ഞങ്ങൾ പള്ളിയിൽ വരുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് വീട്ടിൽ നിന്നാണ്. അപ്പൊ നിങ്ങൾ പള്ളിയിൽ പോയി നിസ്കരിക്കുന്നത് ഞങ്ങൾക്ക് വീട്ടിലിരുന്നാൽ കിട്ടും. എന്തൊരു സുഖാണ്, വേം ചെല്ല് എന്ന് പറഞ്ഞിട്ട് കുട്ടികളോട് ഇങ്ങനെ മത്സരിക്കും. പെൺകുട്ടികൾ ആ സുഖം ആസ്വദിച്ചുകൊണ്ട് വീട്ടിലിരിക്കും, വീട്ടിൽ നിന്ന് നിസ്കരിക്കും. നോക്ക്, അപ്പൊ കുട്ടികളുടെ ഫിസിക്കലി അവരുടെ സൗകര്യവും സുഖവും എന്താണ്? പോവാതിരിക്കുക എന്നുള്ളതല്ലേ ഫിസിക്കലി അവരെ സുഖവും സൗകര്യവും. ആ സുഖവും സൗകര്യവും വകവെച്ച് കൊടുത്തുകൊണ്ട് സ്ത്രീകളോട് ചേർന്ന് നിൽക്കുന്നത് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസമാണ്. എന്നാൽ അവരെ പ്രയാസപ്പെടുത്താനും ബുദ്ധിമുട്ടും ആക്കാനുമാണ്, എന്നിട്ടോ ഒരു ഖൈറും ഇല്ലതാനും. അങ്ങനെയാണ് മുജാഹിദും അതുപോലെ ഈ യുക്തിവാദികളൊക്കെ പറയുന്നത് എന്നത് വ്യക്തമല്ലേ? ഇവിടെ കുട്ടികൾക്ക് അവരുടെ സൗകര്യം ഫിസിക്കലി ആയിട്ട് ആർക്കാണെങ്കിലും പള്ളിയിലേക്ക് ഇങ്ങനെ ദൂരം പോവുക എന്നുള്ളതല്ലല്ലോ സുഖവും സൗകര്യവും. സുഖവും സൗകര്യവും എന്താണ്? വീട്ടിലായി കിട്ടിയാൽ അതാണ് നല്ലത്. അങ്ങനെ കിട്ടിയ സുഖവും സൗകര്യവും ഉള്ളവരാണ് സ്ത്രീകൾ. ആ സുഖവും സൗകര്യവും അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് അവരോട് ചെയ്യുന്ന മര്യാദ. അത് മനസ്സിലാക്കണ്ടേ? അപ്പോ ഇതൊന്നും മനസ്സിലാക്കാതെ ചോദ്യകർത്താവ് എന്തോ ആന ചോദ്യമാണ് എന്ന് പറഞ്ഞ് ചോദിക്കും. അതെന്തോ വലിയ സംഭവമാണ് എന്ന് മുജാഹിദും കരുതും. എന്നാൽ അവിടെ ചോദിക്കപ്പെട്ട കുട്ടി ചെറിയ മോളായതുകൊണ്ട് ആ മറുപടി അപാകതയായി എന്നത് ഉപ്പ വളരെ വിവേകപൂർവ്വം പെട്ടെന്ന് തന്നെ പ്രതികരിച്ചു എന്നതും വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്.